ഹലോ. ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം, അതില് രണ്ടാമത്തെ യൂണിറ്റ് അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ്, അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഐ വെൽക്കം യു ഓൾ ടു ദ ക്ലാസ്. നമ്മുടെയൊക്കെ ടീച്ചിങ് പ്രൊഫഷനിൽ ലാംഗ്വേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്, ലാംഗ്വേജ് എത്ര തരം, അതിന്റെ ബാക്കിയുള്ള കുറെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ഇത്ര പകുതിയോളം കവർ ചെയ്തപ്പോൾ എന്തൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചു? അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ് ഉള്ള സെക്കൻഡ് യൂണിറ്റിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലാംഗ്വേജ്. സോ വി ഹാവ് ടു ഫൈൻഡ് എ മീനിങ് ഫോർ ലാംഗ്വേജ് ആൻഡ് വി ഹാവ് ടു ഡിഫൈൻ ലാംഗ്വേജ്. സാപ്പിർ, അതുപോലെ തന്നെ ബ്ലോക്ക് ആൻഡ് ട്രാഗർ, അങ്ങനെ കുറെ ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാം. ആൻഡ് വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ്. കൃത്യമായി ഒരു ലാംഗ്വേജ് എന്ത് എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം. പിന്നെ ലാംഗ്വേജിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏകദേശം 8ഓളം ഫീച്ചേഴ്സ് നമ്മുടെ ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് ചിലതൊക്കെ ടേംസ് ആണ്, ആ ടേംസ് ആയി തന്നെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആൻഡ് വാട്ട് ആർ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. എന്തിന് നമ്മൾ ഭാഷ പഠിപ്പിക്കണം? ലാംഗ്വേജ് ടീച്ചേഴ്സിനെ നമ്മൾ എന്തിനാണ് അപ്പോയിന്റ് ചെയ്തത്, അല്ലെങ്കിൽ ലാംഗ്വേജ് എന്തിനൊക്കെയാണ് പഠിക്കേണ്ടത്, എയിം, ഒബ്ജക്റ്റീവ്. പിന്നെ ലാംഗ്വേജിന്റെ കുറെ ഫങ്ഷൻസ് ആണ്. ലാംഗ്വേജ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുറച്ച് ബേസിക് ഫങ്ഷൻസ് പറഞ്ഞു, പിന്നെ 3 ബേസിക് ഫങ്ഷൻസ് ഉള്ളത് വേറെ പറഞ്ഞു. അതിനുശേഷം വേറൊരു 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആസ് ഡിഫൈൻഡ് ബൈ റോമൻ ജാക്കബ്സൺ എന്നുള്ള മറ്റൊരു 6 ഫങ്ഷൻസ് വേറെ പറഞ്ഞു. അതിനുശേഷം 5 ഫങ്ഷൻസ് ഓഫ് ജിയോഫ്രി ലീച്ച്, അദ്ദേഹത്തിന്റെ വേറെ 5 ഫങ്ഷൻസ് പറഞ്ഞു. അപ്പം ക്വസ്റ്റിന് നമുക്ക് കോമൺ ആയിട്ട് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് വരികയാണെങ്കിൽ ഇതിൽ ഏതും എഴുതാം. പക്ഷെ പർട്ടിക്കുലർലി ജിയോഫ്രി ലീച്ചിന്റെ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എഴുതണം എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 ഫങ്ഷൻസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്, ഒരു ഭാഷയുടെ പ്രാധാന്യം എന്താണ്? ദെൻ ഹോം ലാംഗ്വേജ്, സ്കൂൾ ലാംഗ്വേജ്, അങ്ങനെ 2 കോൺസെപ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു ഈ ഒരു സ്ലൈഡ്. അതിൽ ഹോം ലാംഗ്വേജ് ഇസ് ദ ഫസ്റ്റ് ലാംഗ്വേജ്, മദർ ടങ്, ഫാമിലി ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെ ഹോം ലാംഗ്വേജ് അറിയപ്പെടും. അതിനുശേഷം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ്. അങ്ങനെ ആ ഒരു അക്വിസിഷന്റെ, ലാംഗ്വേജ് അക്വിസിഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ കണ്ടത്. അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ, നമ്മുടെ മദർ ടങ് ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ എന്തിനു പഠിക്കണം, അതുപോലെ തന്നെ ഹോം ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇഷ്യൂസ് നേരിടാം, ഫേസ് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് അതിന്റെ പ്രൊഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചില ടിപ്സുകളാണ് ഇവിടെ കൊടുത്തത്. ദെൻ വി ടേൺ ടു സ്കൂൾ ലാംഗ്വേജ്, ദാറ്റ് മീൻസ് സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിന്റെ ഫീച്ചേഴ്സ് പറയാണ് മറ്റൊരു സ്ലൈഡിൽ. ആൻഡ് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ ലാംഗ്വേജ്. ചില മീഡിയത്തിൽ, ഇംഗ്ലീഷ് മീഡിയം പോകുന്ന മലയാളി കുട്ടികൾക്ക് ഹോം ലാംഗ്വേജും സ്കൂൾ ലാംഗ്വേജും ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ കേരള സിലബസിൽ തന്നെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോം ലാംഗ്വേജും സ്കൂൾ ലാംഗ്വേജും സെയിം ആയിരിക്കും. എന്നാൽ ഒരു മറ്റൊരു മദർ ടങ്ങിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്, ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു കുട്ടി കേരളത്തിലെ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിന്റെ ഹോം ലാംഗ്വേജ് ഒരു പക്ഷേ തമിഴും സ്കൂൾ ലാംഗ്വേജ് മലയാളവും ആവാനുള്ള സാധ്യത ഉണ്ട്. സോ അത്തരത്തിലുള്ള ഡിഫറൻസസ് ഒക്കെ അവിടെ ഉണ്ടാവാം. അങ്ങനെ സ്കൂൾ ലാംഗ്വേജ് ഒരാൾ അക്വയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് നേരിടാം. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ആ ഒരു സ്കൂൾ ലാംഗ്വേജിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതിന് വേണ്ട മെഷേഴ്സ്, അതിന് വേണ്ട വഴികളാണ് പിന്നീട് പറഞ്ഞത്. ഫൈനലി വി ഡിഫറൻഷിയേറ്റഡ് ഓർ ഡിസ്റ്റിംഗ്വിഷ്ഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ്. അപ്പോൾ സ്കൂൾ ലാംഗ്വേജിനെയും ഹോം ലാംഗ്വേജിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചത്. സോ ഇന്ന് അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ്, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇവിടെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ക്ലാസ് റൂം ആണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ക്ലാസ് റൂമിലുള്ള സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, സോ ദർ ആർ 5 സ്ട്രാറ്റജീസ് ആർ ഗിവൺ: dramatization, essay writing, storytelling, group discussion, and peer tutoring. Okay, so we have 5 strategies are there. നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റിൽ നമുക്ക് 5 സ്ട്രാറ്റജീസ് തന്നെ, പക്ഷെ 5 സ്ട്രാറ്റജീസേ ഉള്ളൂ അല്ലെങ്കിൽ 5 പാടൂ എന്ന് ഒരിക്കലും ഇല്ല. ദർ ആർ സം മോർ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി.
ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് 5 എണ്ണാണ് പഠിക്കാനുള്ളത്. ഈ 5 എണ്ണത്തിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇത് ഈ 5 എണ്ണം പ്രത്യേകം ഇങ്ങനെ തന്നെ ആദ്യം പഠിക്കുക, എന്നിട്ട് മതി എന്താണ് ഡ്രാമാറ്റൈസേഷൻ, അതിന്റെ അഡ്വാൻറ്റേജ് എന്താ, ലാംഗ്വേജ് ഡെവലപ്മെന്റിന് എങ്ങനെയാണ് ഡ്രാമാറ്റൈസേഷൻ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ എസ്സേ, സ്റ്റോറി, ഗ്രൂപ്പ് ഡിസ്കഷൻ, പിയർ ട്യൂട്ടറിംഗ്, ഇതൊക്കെ എന്താണ് ഈ ഒരു സാധനം, അതേപോലെ ഇത് എങ്ങനെയാണ് ലാംഗ്വേജ് ലേണിംഗിന് ഹെൽപ്പ് ചെയ്യുക, എന്തൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്താൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് സഹായകമാവുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് കൺസിഡർ ഡ്രാമാറ്റൈസേഷൻ അറ്റ് ഫസ്റ്റ്. ഓക്കെ, ഡ്രാമാറ്റൈസേഷൻ എന്നുള്ള സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം, ചെയ്തിട്ടുണ്ടാവാം. ഈ കൂട്ടത്തിൽ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഡ്രാമ കളിച്ചവരുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു റോള് പ്ലേ ചെയ്തവരുണ്ടോ, ആക്ട് ചെയ്തവരുണ്ടോ? NSSന്റെ സെലക്ഷൻ എല്ലാം ചെയ്യേണ്ടി വരും. NSS സെലക്ഷൻ എല്ലാം ചെയ്തത്. ഓക്കെ, വേറെ ആരൊക്കെയുള്ള അങ്ങനെ ഒരു എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടോ? മോണ്ടസറി എഡ്യൂക്കേഷൻ ടൈമിൽ ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ ക്ലാസ് റൂമില് നമുക്കൊരു ഡ്രാമ കളിക്കുക എന്ന് പറയുന്നത് റിസ്ക് ആയിരിക്കും. എന്നാൽ ഡ്രാമയെ പോലെ ചെറിയ ഡ്രാമകളെ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് മീൻസ് ഒരു വലിയ ഡ്രാമക്ക് പകരം ചെറിയ ഡ്രാമകളെ നമുക്ക് ക്ലാസ്സിൽ ആക്ട് ചെയ്യിപ്പിക്കാം കുട്ടികളെ കൊണ്ട്. റോൾ പ്ലേ ആണോ? അല്ല, അതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് റോൾ പ്ലേ, അതിന്റെ ചെറിയ രൂപമാണ് റോൾ പ്ലേ. പറയാം, ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്, നമുക്ക് പറയാം. സോ according to Kulham, using drama to teach languages has increased only with the popularity of communicative approach. ഇവിടെ നമുക്കൊരു ഡെഫിനിഷൻ ആണ്, എന്തിനാ ജസ്റ്റ് ഡ്രാമയെ കുറിച്ചുള്ള ഒരു കമന്റ് ആണ്. യൂസിങ് ഡ്രാമ ടു ടീച്ച് ലാംഗ്വേജസ് ഹാസ് ഇൻക്രീസ്ഡ്. ഡ്രാമ ലാംഗ്വേജ് ക്ലാസ്സിൽ ഉപയോഗിക്കൽ കൂടിയത് എപ്പോഴാണെന്ന് വെച്ചാൽ വിത്ത് ദ പോപ്പുലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, അഥവാ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് വന്ന സമയം മുതലാണ് ഡ്രാമ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്കോഴ്സിനെ, അല്ലെങ്കിൽ ഈ ഒരു മോഡ് ഓഫ് പ്രസന്റേഷനെ ലാംഗ്വേജ് ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അതിന് മുമ്പ് ബിഹേവിയറിസം, കൺസ്ട്രക്റ്റീവ് അപ്രോച്ചൊക്കെ നമ്മൾ ഫോളോ ചെയ്ത സമയത്ത്, ഗ്രാമർ ട്രാൻസ്ലേഷൻ അപ്രോച്ചുകളൊക്കെ ഫോളോ ചെയ്ത സമയത്ത് ഡയറക്റ്റ് ഗ്രാമർ അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന രീതിയായിരുന്നു. ഇത് ആക്ച്വലി കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഭാഗമാണ് ഡ്രാമാറ്റൈസേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രസന്റേഷൻ ഓഫ് എ സ്റ്റോറി, ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയെ ഓഡിയൻസിന് മുന്നിൽ നമ്മൾ ആക്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന മോഡ് ഓഫ് സ്ട്രാറ്റജിയാണ് ഡ്രാമാറ്റൈസേഷൻ. അത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആ ഡ്രാമ എഴുതിയിട്ടുണ്ടാവും ഒരു പ്ലേ റൈറ്റ് ആണ്. ഓക്കെ, പ്ലേ റൈറ്റർ എന്ന് പറയും. പ്ലേ റൈറ്റ് ആണ് ആക്ച്വലി ഈ ഒരു ഡ്രാമ എഴുതിയിട്ടുണ്ടാവുക. അതിന് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഡ്രാമകള് പലതരത്തില് ഡ്രാമകൾ കാണാം. നമ്മുടെ ബുക്കിൽ പറയുന്നത് 1 കോമഡി, 2 ട്രാജഡി, 3 മെലോ ഡ്രാമ എന്നുള്ളതാണ്. ഇമോഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അഭിനയിക്കുന്നതാണ്. സോ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കുറച്ച് അറിവുകൾ മാത്രമാണ്. ട്രാജഡി, കോമഡി, ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. സോ ടെക്സ്റ്റിൽ പറഞ്ഞ 2-3 പോയിന്റ്സ് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ അവൻ ഉദ്ദേശിക്കുന്നുള്ളൂ. താഴെ ഡ്രാമ, അതിന്റെ ചില ടെക്നിക്സ് ഉണ്ട്. ഡ്രാമ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അതിൽ സെറ്റിങ്സ് വേണം, സ്ക്രിപ്റ്റ് വേണം, ആക്ടേഴ്സ് വേണം, കൊറിയോഗ്രഫി വേണം. അതൊക്കെ ഉള്ള ഒരു വലിയ സെറ്റപ്പാണ് ആക്ച്വലി ഡ്രാമ എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിന്റെ ചെറിയ രൂപങ്ങളാണ് റോൾ പ്ലേ, മോണോലോഗ് ആൻഡ് സിമുലേഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലാസ്സിൽ സാധാരണ ഡ്രാമ കളിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണെങ്കിലും റോൾ പ്ലേ ചെയ്യാറുണ്ട്. ടേക്കിംഗ് ദ റിയൽ ലൈഫ് റോൾസ് ബൈ ദ സ്റ്റുഡൻസ് ആണ്. കുട്ടികൾ ഇപ്പൊ ഒരു പോലീസുകാരന്റെ റോള്, അതല്ലെങ്കിൽ ഒരു ടീച്ചറുടെ റോള്, അതല്ലെങ്കിൽ ഒരു ലോയറുടെ റോള്, ഒരു ഡ്രൈവറുടെ റോള്, അത്തരത്തിലുള്ള നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മുടെ ചാപ്റ്ററിലുള്ള ക്യാരക്ടേഴ്സിന്റെ റോള് മാത്രം ചെയ്യുന്നതാണ് ആക്ച്വലി റോൾ പ്ലേ. ഇത് ഡ്രാമാറ്റൈസേഷന്റെ ഒരു ടെക്നിക്കാണ് എന്നാണ് നമ്മുടെ ബുക്കിൽ പറയുന്നത്. ഓക്കെ, സോ റോൾ പ്ലേ ചെയ്യിക്കാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുമില്ല, ടേക്കിംഗ് ദ റോൾ ഓഫ് എ റിയൽ പേഴ്സൺ എന്നുള്ളതാണ് ആക്ച്വലി, റൈറ്റ്. അപ്പൊ അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ സ്ക്രിപ്റ്റ്, അതിലൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അല്ലെങ്കിൽ കൊറിയോഗ്രാഫി, മേക്കപ്പ്, അതിലൊന്നും വലിയൊരു പ്രശ്നമില്ല. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേക്കിംഗ് ദ റോൾ എന്ന് മാത്രമേ അർത്ഥമാക്കുള്ളൂ. ദെൻ മോണോലോഗ് കേട്ടോ? മോണോലോഗ് കേട്ടിട്ടുണ്ട് സർ. പറയൂ.
ഒരു ക്യാരക്ടർ ചെയ്യുന്ന സ്പീച്ചിനല്ലേ സാർ? ഒരാള് മാത്രം ചെയ്യുന്നതാണോ? യെസ്, ഒരാള് ജസ്റ്റ് നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് പറയും. നമ്മുടെ തോട്ട്സിനെ പറയുന്നതാണ് ആക്ച്വലി മോണോലോഗ്. അവിടെ ഒരാളുടെ സ്പീച്ച് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ഓക്കെ, മോണോ ആക്ട് ഇല്ലേ വേറെ രൂപം? മോണോ ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെന്നെ ഡിഫറെന്റ് പേഴ്സൺസിന്റെ ക്യാരക്ടർ അഭിനയിക്കുക, മോണോ ആക്ട്. പിന്നെ ഡ്രാമക്ക് വേറൊരു പേരെന്താ? സ്കിറ്റ് ആണോ? സ്കിറ്റ് അല്ലാണ്ട്, സ്കിറ്റ് ഡ്രാമന്റെ വേറൊരു വേർഷൻ ആക്ച്വലി. കളിയുമായി ബന്ധമുള്ള വാക്ക് പറയാറില്ലേ? പ്ലേ കേട്ടില്ലേ? പ്ലേ. ഓക്കെ, അതില് 1 ആക്ട് പ്ലേ ഉണ്ട്. ഇങ്ങനെ കുറെ രൂപങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. 1 ആക്ട് പ്ലേ കേട്ടിട്ടുണ്ടോ? എന്താ അതിന്റെ പ്രത്യേകത? അപ്പൊ ബാക്കിയുള്ള ഡ്രാമകളിലോ അല്ലെങ്കിൽ പ്ലേകളിലോ കുറെ ആക്ടുകൾ ഉണ്ടാവും, കുറെ സീനുകൾ ഉണ്ടാവും. എന്താ ആക്ട് എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദ്യം ചോദിക്കലട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം തരാണ്. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ ആക്ട് മാറുക എന്ന് പറഞ്ഞാല് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ബാക്ക്ഗ്രൗണ്ട് മാറും, അതിന്റെ സെറ്റിംഗ്സ് മാറും. യെസ്, ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ആൻസർ പറഞ്ഞു കൊടുക്കണ ആരാ? ഫർഷിത. ഓക്കെ, വെരി ഗുഡ്. സോ ഡ്രാമന്റെ എന്ത് ചെയ്യും? സെറ്റിംഗ്സ് മാറും. നമ്മൾ ഒരു സീന്, ഒരു ആക്ട് വീട്ടിലാണെങ്കിൽ അടുത്തൊരു ആക്ട് ചിലപ്പോ മാർക്കറ്റിലായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരിക്കാം, മറ്റൊരു എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, ഡ്രാമയിൽ സീനുണ്ട്, ആക്ട് ഉണ്ട്. ഓക്കെ, സീൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ അടുക്കള, അതിന്റെ കുറച്ച് പുറത്ത്, അല്ലെങ്കിൽ മദർ സംസാരിക്കുന്നു, ഫാദർ സംസാരിക്കുന്നു. സീനുകൾ ഇങ്ങനെ പരസ്പരം മാറാം. പക്ഷെ ആക്ട് മാറുമ്പോൾ അതിൽ ടോട്ടൽ സെറ്റിംഗ്സ് മാറും. ഓക്കെ, അതിന് നമ്മള് ഏകാംഗ നാടകം, ഏകാംഗ നാടകം എന്നൊക്കെ മലയാളത്തിലുണ്ട്. ഏക അംഗവും ഏക അംഗവും ഉണ്ട്. മോണോ ആക്ടിന് ഏക അംഗം, ഒറ്റ ആക്ട് മാത്രമല്ല. ഓക്കെ, അങ്ങനെ പല സംഭവം. എന്താ സിമുലേഷൻ അറിയോ? ആക്ച്വൽ സിറ്റുവേഷനെ ഇമിറ്റേറ്റ് ചെയ്യലാണ്. അഥവാ നമ്മുടെ ഈ ടീച്ചേഴ്സിനൊക്കെ എപ്പോഴും സിമുലേഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് നമ്മള് ഇപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കും എന്നുള്ളത് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ. ഇപ്പൊ നിങ്ങൾ BEd പഠിക്കുന്ന കുട്ടികളാ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നെ ക്ലാസ് എടുക്കുക. അതിൽ സ്റ്റുഡൻസ് നിങ്ങളായിരിക്കും. നിങ്ങൾ അസ്യൂം ചെയ്യും എന്റെ മുന്നിൽ ഇരിക്കുന്നൊക്കെ ഒരു 7ാം ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂൾ കുട്ടികളാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. പക്ഷെ റിയലി നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. അങ്ങനെ അവർക്ക് ക്ലാസ് എടുക്കുക. അത്തരത്തിലുള്ളതാണ് സിമുലേഷൻ. ഓക്കെ, ഒറിജിനൽ ക്ലാസ് ആണെന്ന് ധരിച്ച് ക്ലാസ് എടുക്കുക. അപ്പൊ നമ്മള് ഒന്ന് കണ്ടത് ഡ്രാമാറ്റൈസേഷൻ ആണ്. അതിൽ റോൾ ഓഫ് ഡ്രാമ ഇൻ എൻഹാൻസിങ് സ്റ്റുഡൻസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അഥവാ ഡ്രാമ എങ്ങനെ ഒരു കുട്ടിന്റെ ലാംഗ്വേജ് എൻറിച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ഡ്രാമയിൽ പങ്കെടുത്താൽ എങ്ങനെയാണ് കുട്ടിക്ക് ലാംഗ്വേജ് ഉണ്ടാവുക? ഇവിടെ ഒരു 5-6 പോയിന്റുകൾ പറയുന്നുണ്ട്. അതിൽ കാരണം ഡ്രാമ എന്ന് പറഞ്ഞാൽ ദർ ആർ ഫുൾ ഓഫ് ഡയലോഗ്സ്. ഓക്കെ, സോ dialogues helps to improve word structure, language usage, pronunciation, fluency. ഇങ്ങനെ കുറെ പോയിന്റുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യും? കുട്ടികളെ ഡയലോഗ്സ് പറയുമ്പോൾ അതിലൂടെ അവർക്ക് ആ ഒരു സെന്റൻസ് സ്ട്രക്ചറും വൊക്കാബുലറിയും അതുപോലെ തന്നെ ഫ്ലുവൻസി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുള്ളതാണ് ഒന്ന്. ഇനി ഇത് ഈ ഒരു പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിക്കും എഴുതാട്ടോ. ഡ്രാമ ആണെങ്കിലും റൈറ്റിങ്ങും അങ്ങനെ ഏത് നമ്മൾ നേരത്തെ കണ്ട ഈ ഡ്രാമാറ്റൈസേഷൻ, എസ്സേ റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പിയർ ട്യൂട്ടറിംഗ്, ഇതിലൊക്കെ കോമൺ ആയിട്ട് കുറെ അഡ്വാൻറ്റേജുകൾ കേട്ടോ. ഓക്കെ, ഈ വൊക്കാബുലറി എൻറിച്ച്മെന്റ് എല്ലാത്തേക്കും പറ്റും. സ്ട്രക്ചർ, അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ എല്ലാത്തേക്കും പറ്റും. ഫ്ലുവൻസി എല്ലാത്തേക്കും പറ്റും. അങ്ങനെ എല്ലാത്തേക്കും പറ്റുന്ന പോയിന്റുകൾ ഉണ്ട്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. then ഇംപ്രൂവ് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിനും കൊടുക്കാം. കാരണം ഡ്രാമ കളിച്ചാലും റോൾ പ്ലേ ചെയ്താലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡിസ്കഷനിലാണെങ്കിലും സ്റ്റോറി ടെല്ലിംഗിലാണെങ്കിലും ഒക്കെ എന്തുണ്ട്? അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നുണ്ട്. ഓക്കെ, then ഇൻക്രീസ് ലേണിംഗ് പ്രൊഫിഷ്യൻസി. കുട്ടികൾക്ക് പഠിക്കാനുള്ള, ഒരുപാട് പഠിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാനുള്ള, ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നുള്ളതാണ്. സ്റ്റുഡൻസ് ക്യാൻ ആഡ് ദിയർ ഐഡിയാസ് ഇൻ ദ ഡയലോഗ്സ്. കാരണം അവരുടേതായ ഐഡിയാസ് എന്ത് ചെയ്യും? ആ ഡയലോഗിലേക്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടാകും. You can be expert in non-verbal communication and the usage of gestures. Non-verbal communication, നമ്മുടെ ടോണൽ വേരിയേഷൻ, ജെസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട്, ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ കൂടി നമുക്ക്
ഇംപ്രൂവ്ഡ് ആകാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡ്രാമറ്റൈസേഷന്റെ കുറച്ച് പോസിറ്റീവ്, അല്ലെങ്കിൽ എൻഹാൻസിങ് സ്റ്റുഡൻസ് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇനിയും പോയിന്റ്സ് ആഡ് ചെയ്യാം. ബുക്കിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് ഇട്ടു എന്ന് മാത്രം. ഓക്കെ, ഇനി രണ്ടാമത്തത് എസ്സേ റൈറ്റിംഗ് ആണ്. എസ്സേ റൈറ്റിംഗ് ചെയ്യാത്ത ആരും ഈ ഒരു ക്ലാസ്സുകൾക്ക് ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെ സർ. എസ്സേ റൈറ്റിംഗിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എസ്സേക്കിലെ എത്ര ഭാഗമുണ്ട് ഒരു എസ്സേ എന്ന് പറഞ്ഞാൽ അറിയാം? 3 അല്ലേ? 5, 3, പിന്നെ 3, 3, 1 കേട്ടോ. ഇൻട്രൊഡക്ഷനും കണ്ടന്റും ഏറ്റവും കൂടുതൽ പറഞ്ഞ ഓക്കെ, എന്താ പറഞ്ഞു കേട്ടില്ല? ഇൻട്രൊഡക്ഷനും കണ്ടന്റും കൺക്ലൂഷനും ഇതിലാണ് വേറെ എന്താ ഉള്ളത്? നമുക്ക് നോക്കുക, 5 പറഞ്ഞാണ്ടല്ലോ, അവര് പറയട്ടെ, നമുക്ക് പുതിയ നോളജ് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോ അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാവുമായിരിക്കും. ഉദ്ദേശിച്ചത് ശരിക്കും ഒരു 5 പാരഗ്രാഫ് വേണം ഒരു ആക്ച്വൽ എസ്സേ എന്നാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, പിന്നെ ബാക്കി 3 കണ്ടന്റ്, ലാസ്റ്റ് കൺക്ലൂഷൻ. ഓക്കെ, സോ സിമ്പിൾ എസ്സേ എന്ന് പറയാം. ഇതാരാ പറഞ്ഞേ? ഫർഷിദ. ഓ, ഫർഷിദ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് റൈറ്റിംഗ് പേപ്പർ പഠിച്ചോ? യെസ് സർ, അതിന്റെ ഇമ്പാക്ട് ആണത്. കള്ളനെ പിടിച്ചോ. ആ പേപ്പർ നല്ല പേപ്പർ ആയിരുന്നു കേട്ടോ. അതില് കുറെ അപ്പൊ പങ്ക്ച്വേഷൻ മാർക്കൊക്കെ ചോദിച്ചപ്പോ എവിടെ ഇരുന്നു? അതുണ്ടായിരുന്നു. അപ്പൊ എന്തേലും വേറെ എന്തെങ്കിലും ശ്രദ്ധയിലായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രി എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയറിലോ 4th സെമ്മിലൊക്കെ ഒരു അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു. അതില് കുറെ റൈറ്റിംഗ് പറഞ്ഞ കുറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിലാണ് ഫർഷിദ പറഞ്ഞ ഈ ഒരു പോയിന്റ് ഉള്ളത്. പിന്നെ 5 അഥവാ ഒരു സിംപിളസ്റ്റ് എസ്സേ, സിമ്പിൾ എസ്സേ എന്ന് പറഞ്ഞാൽ മിനിമം 5 പാരഗ്രാഫ് ഉണ്ടാവാന്നാണ്. അത് പഠിക്കുന്നത് വെച്ചാൽ അതിന്റെ ഒരു റേഷ്യോ മനസ്സിലാക്കാനാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ദെൻ ബോഡി പാരഗ്രാഫുകൾ. ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, 2, 3, 4 ബോഡി പാരഗ്രാഫുകൾ, 5 കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. എന്നാ ഫസ്റ്റ് ബാക്കി കൂടി പറ. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്തൊക്കെ ഉണ്ടാവണം, ബോഡിയിൽ എന്തൊക്കെ ഉണ്ടാവണം, കൺക്ലൂഷനിൽ എന്തൊക്കെ ഉണ്ടാവണം? അതിന്റെ മാഷെ, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കണേ അത് പറയാ. അഥവാ മെയിൻ പോയിന്റ്സ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്നാണ് കേട്ടോ. അറിയാത്തവർക്ക് മനസ്സിലാക്കി കേട്ടോ. മെയിൻ content or main idea shall be included in introductory paragraph. Okay. ബാക്കി പറഞ്ഞോ. പിന്നെ ബാക്കി ബോഡി പാരഗ്രാഫിൽ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് എക്സാജറേറ്റ് ചെയ്യും. Okay. The explanation of introduction should be there in body paragraph. ബോഡി പാരഗ്രാഫിലെ ഓരോ പോയിന്റും എന്താവണം? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആവണം. No new point shall be included in body paragraph. പുതിയൊരു ആശയം ബോഡിയിൽ വരാൻ പാടില്ല. ഓക്കെ, കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്താ? ജസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാ, ഇതെല്ലാം ഇന്നതൊക്കെയാണ്. ശരിക്കും പറ, കൺക്ലൂഡിംഗ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റ് ഷാൽ ബി റിപ്പീറ്റഡ്, അഥവാ പ്രധാനപ്പെട്ട ആശയങ്ങൾ വീണ്ടും നമുക്ക് കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ ആഡ് ചെയ്യാം. കൂടെ ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ടു കൺക്ലൂഡ്, ടു സം അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ആഡ് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്യണത് കൺക്ലൂഡിംഗ് പാരഗ്രാഫിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എസ്സേ റൈറ്റിംഗ് എന്നുള്ളത് ഫർഷിദ ഈ പഠിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. കാരണം നമുക്ക് തോന്നുന്നു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവുക. 2 അതിലധികം ആയിട്ടുണ്ടാവും, 3 ഒക്കെ ആയിട്ടുണ്ടാവും. യെസ് സർ, 3 കഴിഞ്ഞു, PG കഴിഞ്ഞല്ലോ. Yes, so congratulations. So essay is a short piece of writing ആണ്. Okay, അപ്പം അതില് it is derived from the Latin word exagium, that means to present a case. ഒരു കേസ് പ്രസന്റ് ചെയ്യാം. കേസ് മീൻസ് ഒരു ടോപ്പിക്. ഈ കേസ് ഉള്ള വാക്ക് ഭയങ്കര സംഭവമാണ്. ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ പോയാലും കേസിന് അർത്ഥം മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഇപ്പൊ പോലീസുകാര് ലോ ആൻഡ് ഓർഡറിൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈം എന്നാണ്. എന്നാല് ഒരു കേസ് സ്റ്റഡി സൈക്കോളജിയിൽ കേസ് പറഞ്ഞാൽ രോഗമായിരിക്കും. ദാറ്റ് മീൻസ് സൈക്കോളജിക്കൽ ഇഷ്യൂ ഒക്കെ ആയിരിക്കും. ഡോക്ടേഴ്സ് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഇൽനെസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓരോന്നിലും കേസ്. ഇപ്പൊ വർക്ക്ഷോപ്പിലെ കേസ് പറഞ്ഞാല്
അവിടുത്തെ വണ്ടിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. അതായത് കേസിന് ഡിഫറൻസസ് ഉണ്ടാവും കേട്ടോ. സോ ഒരു കേസ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എസ്സേ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ ടൈപ്സ് ഓഫ് എസ്സേകളൊക്കെ ആ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, എക്സ്പ്ലോറേറ്റീവ്, നരേറ്റീവ്, ആർഗ്യുമെന്റേറ്റീവ്, പെർസ്വേസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സേസ് ആർ ദർ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്ക്രൈബ് എന്നാണ് അർത്ഥം, ഒരു വസ്തുവിനെ ഉള്ളതിനെ അതുപോലെ തന്നെ പരാമർശിക്കുക. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ടു അനലൈസ് എന്നാണ്, കുറച്ചുകൂടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലോറേറ്റീവ് എന്ന് പറഞ്ഞാലും ഏകദേശം അനലിറ്റിക്കിന് വേറൊന്നാണ്, കുറച്ചുകൂടി ഒരു ന്യൂ നോളജിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ഏരിയയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക, എക്സ്പ്ലോർ ചെയ്യുക. നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നരേറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുക എന്നുള്ളതാണ് ആക്ച്വലി നരേഷൻ ഓർ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ. ആർഗ്യുമെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദങ്ങളാണ്. ടു പേഴ്സ്വേഡ് ആണ്, ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ തിരുത്തുന്നതാണ് ആക്ച്വലി ആർഗ്യുമെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എസ്സേ പലതരത്തിൽ ഉണ്ടാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ദെൻ ദർ ആർ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂസ്. ത്രീ പോയിന്റ് ഓഫ് വ്യൂസ് ആണ് എസ്സേയിൽ ഉണ്ടാവുക. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും, സെക്കൻഡ് പേഴ്സൺ ഉണ്ടാവാം, തേർഡ് പേഴ്സൺ ഉണ്ടാവാം. ഇപ്പോ ഐ എക്സ്പീരിയൻസ് ദാറ്റ്, ഓർ ഐ എക്സ്പീരിയൻസ് ദാറ്റ്, ഓർ ഐ വാല്യൂ ദാറ്റ്, ഓർ ഐ ഒപ്പൈൻസ് ദാറ്റ്, ഒപ്പൈൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിലും ഈ ഐ എന്ന് പറയുന്നതൊക്കെ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, ഏതിനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ്. ദെൻ സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ യു എന്നാണ് ഉണ്ടാവുക, വായനക്കാരന്റെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ പറയാം, വായനക്കാരനിലൂടെ സ്റ്റോറി പറയാം. ദെൻ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി, ഷീ, ദേ എന്നൊക്കെ ഉണ്ടാവുക, അഥവാ അമേരിക്കൻ ജനതയെ കുറിച്ച് ഞാൻ എഴുതി നിങ്ങൾ വായിക്കുക. അപ്പൊ എനിക്കെന്താണ് അവരങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ കൾച്ചർ അങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ മൂന്ന് പോയിന്റ് ഓഫ് വ്യൂ എസ്സേക്ക് ഉണ്ടാവുന്നതാണ് ഒന്ന് പറഞ്ഞത്. പിന്നെ എസ്സേ എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിനെ ഹെൽപ്പ് ചെയ്യുക. ഒന്ന് പ്രൊഡക്റ്റീവ് സ്കിൽസ്. നമ്മൾ റിസപ്റ്റീവും പ്രൊഡക്റ്റീവും ഒക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ ലാംഗ്വേജ് സ്കിൽസിൽ LSRW? ഓക്കെ, എന്തൊക്കെ പ്രൊഡക്റ്റീവ് എന്തൊക്കെയാ അല്ലെങ്കിൽ റിസപ്റ്റീവ് എന്തൊക്കെയാ? ലിസണിങ് റിസപ്റ്റീവ്, പ്രൊഡക്റ്റീവ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് പ്രൊഡക്റ്റീവ് ആണ്. പിന്നെ റീഡിങ് എന്താ? റിസപ്റ്റീവ് ആണ്. ഓക്കെ, റൈറ്റിംഗ് പ്രൊഡക്റ്റീവ് ആണ്. ദെൻ ഇംപ്രൂവ് റൈറ്റിംഗ് സ്കിൽ. അപ്പൊ എസ്സേ എഴുതിയാൽ കുട്ടികൾക്ക് ലാംഗ്വേജിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റീവ് റൈറ്റിംഗ് സ്കിൽ വർദ്ധിക്കും. അതുപോലെ എക്സ്പെർട്ടൈസ് ഇൻ ദ സ്കിൽ ഓഫ് കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബുദ്ധി അതിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇഫക്റ്റീവായി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താനൊക്കെ സാധിക്കും. ഡെവലപ്പ് ദി സ്കിൽസ് ഓഫ് പ്രസന്റിങ് ഇൻഫർമേഷൻ. നമ്മുടെ കയ്യിലൊരു ഇൻഫർമേഷനെ ഹൗ ടു പ്രസന്റ് ദ ഇൻഫർമേഷൻ ബിഫോർ ദ ഓഡിയൻസിലേക്ക് എങ്ങനെ എത്തിക്കുക, റീഡേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ള ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. ഡെവലപ്പ് റീഡിംഗ് സ്കിൽസ്. നല്ല ഒരു എഴുത്തുകാരന് നല്ല വായനക്കാരന് നല്ല എഴുത്തുകാരനാവാൻ പറ്റുമെന്ന് കേട്ടണോ? ഈ എഴുത്തും വായനയും സംസാരമൊക്കെ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. ഈ നല്ല പ്രാസംഗികരൊക്കെ നന്നായി വായിക്കുന്നവരായിരിക്കും, നല്ല വായനക്കാർ നന്നായി എഴുതുന്നവരായിരിക്കും. അപ്പൊ നല്ല എഴുത്തുകാരോ നന്നായി വായിക്കുന്നവരായിരിക്കും. അല്ലേ? എന്തോ കേട്ടില്ല. നന്നായി ചിന്തിക്കുന്നവരായിരിക്കും. ചിന്തിക്കുക. അപ്പൊ നന്നായി ചിന്തിക്കുന്നവരോ? നന്നായി സംസാരിക്കുന്നവരോ? നന്നായി വായിക്കുന്നവര് ഇതൊക്കെ തന്നെ നല്ല മനുഷ്യരായിരിക്കുന്നത്. കൊച്ചിക്കാരൻ കൊച്ചപ്പനാണ് കേട്ടോ നമ്മള്. ഇല്ല സർ. ഇല്ലല്ലേ? കൊച്ചിക്കാരൻ കൊച്ചാപ്പ് പറഞ്ഞു കൊച്ചിക്കാരെല്ലാം കള്ളന്മാരാണെന്ന്. അപ്പൊ ചോദ്യം വെച്ചാല് കൊച്ചിക്കാരെല്ലാം കള്ളന്മാരാണെങ്കിൽ കൊച്ചാപ്പും കള്ളനല്ലേ? ആണ്. കൊച്ചാപ്പ് കള്ളനാണെങ്കിൽ കൊച്ചാപ്പ് പറഞ്ഞത് കള്ളമല്ലേ? കള്ളന്മാര് കള്ളമുള്ള പറയാ. കൊച്ചാപ്പ് പറഞ്ഞത് കള്ളമാണെങ്കിൽ കൊച്ചിക്കാരെല്ലാം നല്ലവരല്ലേ? അപ്പോ ഈ ചെങ്ങായി കളവ് പറയാൻ പാടില്ല. പറഞ്ഞതെല്ലാം ശരിയായിരിക്കുമല്ലോ. അതെ, കൊച്ചിക്കാരെല്ലാവരും നല്ലവരാണെങ്കിൽ കൊച്ചാപ്പും നല്ലവനാണ്. കൊച്ചാപ്പു നല്ലവരാണെങ്കിൽ കൊച്ചാപ്പു പറഞ്ഞത് സത്യമാണ്. കൊച്ചാപ്പു എന്താ പറഞ്ഞത്? കൊച്ചിക്കാരെല്ലാം കള്ളന്മാരാണ്. പറഞ്ഞത് സത്യമാണെങ്കിൽ കൊച്ചിക്കാരെല്ലാരും എന്തെന്നെയാണ്? കള്ളന്മാരാണ്. അതെ, അതേമാതിരിയാണ് ഈ റീഡിങ്ങും റൈറ്റിങ്ങും പിന്നെ സ്പീച്ചും ഒക്കെ പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ടു
arrive at the conclusion. നമുക്ക് എങ്ങനെ how to conclude a topic, how to present a topic, how to present our ideas. ഇതൊക്കെ ഈ ഒരു essay writing കിട്ടുന്നതാണ് പറയുന്നത്. Helps to arrive at a conclusion and masters in presenting information in interesting way. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എഴുതി എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. Then vocabulary gets expanded. അതുപോലെ vocabulary enrichment, അഥവാ നമ്മുടെ പദസമ്പത്ത് കൂട്ടാനും essay writing നമ്മളെ ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ, സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിങ്ങിന് പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ടെല്ലിംഗ് ഇല്ല, റൈറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്. ടെല്ലിംഗിൽ ആരെങ്കിലും ഉണ്ടോ? സ്റ്റോറി ടെല്ലിംഗിൽ ഇതിലൊക്കെ സ്റ്റോറി ടെല്ലിംഗ് നടത്തിയിട്ടുണ്ട് സർ. എവിടുന്ന്? ചെറുപ്പത്തിലൊക്കെ, ഐ മീൻ LP. ഓക്കെ ഓക്കെ. സ്റ്റോറി നടത്താത്ത ആരുമില്ല. കാരണം നമ്മള് എല്ലാ സമയത്തും ഇതന്നെയല്ലേ പരിപാടി. കഥ ഇങ്ങനെ പറയാ, നോണ പറയാ, കഥ പറയാ, അതന്നെയല്ലേ എല്ലാവർക്കും പരിപാടി. ക്ലാസ് ടൈം ഫുള്ള് സ്റ്റോറി ടെല്ലിംഗ്. അല്ലാണ്ട് ഞാനൊക്കെ നമ്മളിപ്പോ ഈ കഥ ഇതിലൊക്കെ എത്രയും കഥ പറയണേ, അതൊക്കെ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. So storytelling is an old way, and it is oral storytelling used in our curriculum and classrooms and everywhere. It is defined as relating a tale to one or more listeners through voice and gestures. അഥവാ ഒരു ടെയിലാണ് കെട്ടുകഥ അല്ലെങ്കിൽ കഥ അല്ലെ. അവിടെ എന്തുണ്ടാവണം? ടു വൺ ഓർ മോർ ലിസണേഴ്സ്, ഒന്നോ അതിലധികം ആളുകൾ ഉണ്ടാകും. നമ്മൾ അതിൽ വോയിസ് മോഡുലേഷനും ജസ്റ്റേഴ്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. അതിന് പിന്നെ ഒരു സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റോറി നരേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിന് സ്റ്റെപ്പ് പറയുന്നുണ്ട്. നമ്പർ 1, ഐഡന്റിഫൈ ദ ഓഡിയൻസ് ആൻഡ് വാട്ട് ദ വിഷ് ടു ഹിയർ. നമ്മൾ ഒന്നില്ലേ, ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നാണ്. ഓഡിയൻസ് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി കേൾക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കണം. എല്ലായിടത്തും കൊണ്ടുപോയി നമുക്ക് കുറച്ച് കഥ അറിയാം എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി കഥ പറയരുത്. ഓക്കെ. 2, ബ്ലെൻഡിങ് ഇമോഷൻസ് വിത്ത് സ്റ്റോറി. നമ്മളെ എപ്പോഴും സ്റ്റോറി, നമ്മൾ ഈ എല്ലാ പൊതുജനങ്ങളും ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അഥവാ ഇമോഷണൽ സ്റ്റോറീസ് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുകിൽ ഭയങ്കര ട്രാജഡി, അല്ലെങ്കിൽ ഭയങ്കര കുറ്റബോധം, അല്ലെങ്കിൽ നഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്ന പല ഇമോഷണൽ ടച്ച് ചെയ്യുന്ന സ്റ്റോറീസ് പറഞ്ഞാലാണ് എല്ലാവരും അതെന്ത് ചെയ്യുക, കൂടുതൽ കേട്ടിരിക്കുക. ഈ ഗോപിനാഥ് മുതുകാട് ഇവരൊക്കെ സ്റ്റോറീസ് ഇങ്ങനെ കുറെ ആൾ കേൾക്കാനുള്ള കാരണം അതൊക്കെ ഇമോഷൻസ് ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചോളൂ അറിയില്ല, ഇമോഷൻസ് ടച്ച് ചെയ്യുന്ന സ്റ്റോറിയെ നമ്മൾ വേഗം എന്ത് ചെയ്യും, കേൾക്കും. ആൻഡ് യൂസിങ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്റ്റോറീസ് ദാറ്റ് സീം ടു ബി എ റിയൽ ആൻഡ് റിലേറ്റബിൾ. നമുക്ക് കേൾക്കുമ്പോൾ അതൊരു റിയൽ ആണ് തോന്നണം, അല്ലെങ്കിൽ റിലേറ്റബിൾ ആവണം. നമ്മുടെ ജീവിതവുമായിട്ടോ നമ്മുടെ കാഴ്ചകളുമായിട്ടോ നമ്മുടെ സമൂഹമായിട്ടോ അത് കണക്റ്റഡ് ആവണം. ഓക്കെ. 4, സ്റ്റോറി ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഷോർട്ട്. പരമാവധി സിമ്പിൾ സ്റ്റോറി പറയണം, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് അതിനെ ഉണ്ടാക്കാൻ പറയാൻ ശ്രമിക്കണം. The stories are to be told using appropriate volume, tone, language with appropriate gestures. സ്റ്റോറി പറയുമ്പോൾ കൃത്യമായി അതിന് പറ്റുന്ന വോളിയം, അതിന്റെ ടോണ്, അതിന്റെ ലാംഗ്വേജ് അതൊക്കെ കൃത്യമായി കീപ്പ് ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും അറിയേണ്ടതും സിമ്പിൾ പോയിന്റ് അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ. ആൻഡ് എന്താണ് സ്റ്റോറി ടെല്ലിംഗ്, എങ്ങനെയാണ് ലാംഗ്വേജ് പ്രൊഫഷൻസിനെ എൻഹാൻസ് ചെയ്യാം? ഇതിൽ നമ്മൾ ഈ സ്ലൈഡ് കാണാതെ ആർക്കും പറയാൻ പറ്റുമോ? സ്റ്റോറി ടെല്ലിംഗ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിനെ എങ്ങനെയൊക്കെ സഹായിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൊക്കാബുലറി ഉണ്ടാവും. എന്തോ? വൊക്കാബുലറി കിട്ടും. വൊക്കാബുലറി എൻറിച്ച്മെന്റ്. ഓക്കെ, ഒരു പോയിന്റ്. പിന്നെ സാന്ദർഭികമായിട്ട് വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റും. സിറ്റുവേഷനിൽ നമ്മള് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കും. ഓക്കെ. ഇനി പറയാത്ത ആൾ പറയും. അടുത്ത പറയൂ. Speaking skill improve ചെയ്യാൻ സാധിക്കും. Okay, skill. Then ന്യൂ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. Okay, they will study new words. Okay, they will introduce new words. Okay, use new words. Okay, then ഇമാജിനേഷൻ കൂടും സർ. ഇമാജിനേഷൻ ഉണ്ട്. Then മെമ്മറൈസിംഗ് കപ്പാസിറ്റി കൂടും. മെമ്മറൈസിംഗ് കപ്പാസിറ്റി ഉണ്ട്. Then സെൽഫ് കോൺഫിഡൻസ്. Then
Pronunciation. Pronunciation. Okay. ഇവിടെ എന്തൊക്കെയുള്ള വെച്ചാൽ ഇന്റഗ്രേറ്റ് ഓൾ 4 ലാംഗ്വേജ് സ്കിൽസ്. LSRW 4 ഇംപ്രൂവ് ആകുന്നതാണ് ഒന്ന്. Then increases language proficiency with special reference to the culture. നമ്മുടെ കൾച്ചറിന്റെ കൂടെയുള്ള ലാംഗ്വേജ്. ദാറ്റ് മീൻസ് കൾച്ചറും ലാംഗ്വേജും സെയിം ആണല്ലോ, അല്ലെങ്കിൽ ഒപ്പം പോകുന്നത്. അപ്പൊ നല്ല കൾച്ചേർഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ കൾച്ചറിന്റെ കൂടെ കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ലാംഗ്വേജ് ഉണ്ടാവും എന്നാ പറയുന്നത്. കാരണം വെച്ചാലേ ഒരാൾ കേൾക്കുന്നതല്ലേ നമ്മൾ പറയണത്. അപ്പൊ നല്ല ഭാഷയും പരമാവധി നല്ല രൂപത്തിൽ പറയാൻ ശ്രമിക്കുമല്ലോ. ആൻഡ് ഇറ്റ് ഇസ് എ ടൂൾ യൂസർ ഇൻ ലാംഗ്വേജ് ടീച്ചിങ്. സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് ലാംഗ്വേജ് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇറ്റ് മോട്ടിവേറ്റ്സ് റിലക്റ്റന്റ് ലേണേഴ്സ്, അഥവാ ഒന്നിന് മുന്നോട്ട് വരാത്ത ആളുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ, അഥവാ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്നൊക്കെ ഉള്ള ആളുകളെ എന്ത് ചെയ്യും, ഇറ്റ് മോട്ടിവേറ്റ്സ് എന്നാണോ, ഈ അല്ല, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ആൻഡ് മേക്കിംഗ് എ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റോറി ടെല്ലേഴ്സ് ആൻഡ് സ്റ്റോറി റീഡേഴ്സ്. അവിടെ സ്റ്റോറി പറയുന്ന ആളും നമ്മൾ എഴുതുകയാണെങ്കിൽ അത് വായിക്കുന്ന ആളും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടും. ഇംപ്രൂവ് ദ ലാംഗ്വേജ് സ്ട്രക്ചർ ആൻഡ് വേർഡ് മീനിങ് പറഞ്ഞതാണ്. ലീഡ്സ് ടു ദ അതർ പ്രാക്ടീസസ് ലൈക്ക് ഡിസ്കഷൻ. ഈ സ്റ്റോറി ടെല്ലിംഗ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡിസ്കഷൻ ഉണ്ടാവും. അവരുടെ ആ ഒരു പ്രസന്റേഷന് ഒരു ഇവാലുവേഷനും ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിസ്കസിങ് പോയിന്റ്, ഡിസ്കഷന്റെ എബിലിറ്റി കൂടുന്ന പറയണേ. ചാൻസ് ഫോർ ഇന്ററാക്ഷൻ ആൻഡ് കൊളാബറേഷൻ. കുറെ ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് കിട്ടും. ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. നിങ്ങളൊക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും ഗ്രൂപ്പ് ഡിസ്കഷൻ. അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി നമുക്കറിയാം വാട്ട് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നമുക്കറിയാം 2 or 3 or some students are sitting together to discuss a topic to find the solution of the problem. ഒക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ. Exchanging ideas among 2 or more people. Okay, there will be a face-to-face situation. Okay, അതൊക്കെ എല്ലാവർക്കും അറിയാം. To achieve a goal, ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ ഫേസ് ടു ഫേസ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവരുടെ പോയിന്റ്സ് ഷെയർ ചെയ്തിട്ട് പഠിക്കേണ്ടതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞത്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്താലേ കുട്ടികളിൽ ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയുള്ള ഏറ്റവും ബെസ്റ്റ് സ്കിൽ ഏതാ? ഏത് സ്കില്ലാണ് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്ഡ് ആവുക കുട്ടികളില്? ടീം വർക്കാണ്. എന്തോ സ്പീക്കിംഗ് സ്കിൽ അല്ലേ? അല്ല, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്താല് അതോ ഗ്രൂപ്പ് വർക്ക് കൊടുത്താല് ഇംപ്രൂവ്ഡ് ആകുന്ന സ്കില്ലുകള് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സാധനം എല്ലാരും ഓരോ ഇതിൽ ഉണ്ടാവുക. അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് എന്നൊക്കെയുള്ള പല പോയിന്റുകളുണ്ട്. ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. ദെൻ ക്രിട്ടിക്കൽ കോൺവെർസേഷൻ അബൌട്ട് എ ടോപ്പിക്. അവിടെ എന്തുണ്ടാവും? ഒരു ഗ്രൂപ്പില് ക്രിട്ടിക്കൽ കോൺവെർസേഷൻ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അവരെന്ത് ചെയ്യും? പരസ്പരം അനലൈസ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും. അതൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ നടന്നുകൊടുക്കും. ഓക്കെ, ദെൻ ഇഫ് ദ നമ്പർ റീച്ചസ് 5 or 6, 5 or 6 ആളുകളിലേക്ക് പോവുകയാണെങ്കിൽ ദർ ഈസ് എ ലീഡർ ഈസ് നെസസറി. ഇപ്പൊ 1 to 2 persons ഒക്കെ ആണെങ്കിൽ ലീഡറിന്റെ ആവശ്യമില്ല. ഒരു 1 to 3 persons ആണ് ലീഡറിന്റെ ആവശ്യമില്ല. ദെൻ അതിനേക്കാൾ പോകുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒരു ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലീഡറെ അസൈൻ ചെയ്യണം എന്നാണ് പറയാ. ഓക്കെ, നമ്മൾ സാധാരണ ഇവിടെ ഗ്രൂപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന സാധനം ഉണ്ട്. നമ്മൾ എങ്ങനെ കുട്ടികളെ ഗ്രൂപ്പ് ആക്കാം, അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് കേട്ടോ. ദെൻ എലമെന്റ്സ് ഓഫ് ക്ലാസ് റൂം ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്, അഥവാ ഒരു ക്ലാസ്സിലെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉണ്ടാകേണ്ട എലമെന്റ്സ് ആണ്. ഒന്ന്, എ ടോപ്പിക് ഈസ് ഗിവൺ. ഒരു ടോപ്പിക് നിർബന്ധമായിട്ട് കൊടുക്കണം. ദർ വുഡ് ബി എ ഡിസ്കഷൻ ആൻഡ് ദേ ഷുഡ് ഗെറ്റ് 20 to 40 minutes ടു ഡിസ്കസ് എ ടോപ്പിക്. ഒരു 10, 20 to 40 മിനിറ്റ് വരെയൊക്കെ അവർക്ക് ഡിസ്കഷന് വേണ്ടി കൊടുക്കാം. ഇതിങ്ങനെ കൃത്യം കണക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു കണക്ക് മാത്രമാണ്. ആൻഡ് ഓൾ മെമ്പേഴ്സ് ഹാവ് എ ചാൻസ് ടു എക്സ്പ്രസ് ദെയർ ഓൺ ഐഡിയാസ്. അതാണ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ വേറൊരു പ്രാധാന്യം. എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവണം. Everyone should participate in the discussion. Okay. Third one, all members hear about others. Hear others' ideas. എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും പറയുന്നത് കേൾക്കണം. അപ്പൊ പരസ്പരം ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് എല്ലാവരും ഒപ്പീനിയൻസ് പറഞ്ഞ് എല്ലാവരും ഇത് കേൾക്കും വേണം. ലിസണിങ് എന്നുള്ളത് അതിനേക്കാൾ വലിയ ഒരു പോയിന്റ് ആണ്. ലിസണിങ് അതേഴ്സ് അതൊരു സ്കില്ലാണ്. ഓക്കെ, ആൻഡ് റെസ്പോണ്ട് ടു അതേഴ്സ് യൂസ് ഓണസ്റ്റ്ലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. ഓണസ്റ്റ്ലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി, അഥവാ മറ്റുള്ളവരോട് നമുക്ക് റെസ്പോണ്ട് അതേഴ്സ് ഓണസ്റ്റ്ലി എന്നാണ് പോയിന്റ് കേട്ടോ. വളരെ ഓണസ്റ്റ് ആയിട്ട് റെസ്പെക്ട്ഫുള്ളി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് പോയിന്റ് വ്യൂ പുട്ട് ഫോർവേഡ്. പലരും പല പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ മുന്നോട്ട് വെക്കും. അതിൽ ഏതെങ്കിലും ബെസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
ആൻഡ് നോ വൺ ഷാൾ ബി ഡോമിനേറ്റഡ്. ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരാളും ഡോമിനേറ്റഡ് ആവാൻ പാടില്ല. എന്റെ അഭിപ്രായമാണ് സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം ഇവിടെ പറ്റുള്ളൂ എന്ന് പറയാൻ പാടില്ല. അത് ഗ്രൂപ്പ് ഡിസ്കഷന്റെ നല്ല നടത്തിപ്പിനെ ബാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്താൽ നമ്മൾ നോക്കേണ്ടത് ആരെങ്കിലും ഒരാൾ മാത്രം അതോറിറ്റേറ്റീവ് ആകുന്നുണ്ടോ, ഒരാൾ മാത്രം ഡോമിനന്റ് ആകുന്നുണ്ടോ. ഉണ്ടെങ്കിൽ എന്ത് പറയണം, ഇതുവരെ പറയാത്ത ആളുകൾ പറയണം. ഞാനൊക്കെ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാല്, അതിൽ ഭയങ്കര സൈലന്റ് ആയ ആളുകളും അതല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് വരാത്ത ആളുകൾ പിടിച്ച് ലീഡേഴ്സ് ആക്കും. പിന്നെ ആര് പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ആരോടാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറയാന്നുള്ളത് മുൻകൂട്ടി പറയൂല. ഇപ്പൊ സെമിനാറൊക്കെ കൊടുത്ത് ഗ്രൂപ്പാക്കി ഇരുത്തി എന്നിട്ട് പറയണം ആര് വേണമെങ്കിലും പ്രസന്റ് ചെയ്യേണ്ടി വരും, എല്ലാവരും ഒരുപോലെ റെഫർ ചെയ്തോളി എന്നാണ് പറയേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ അവരെന്ത് വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചാറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ അവരോട് പറയാം നിങ്ങൾ തീരുമാനിച്ചു പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒരാളെ എല്ലാവരും കൂടി ഒരാളെ തലി കൊണ്ടിട്ടുണ്ടാവും. അവരെന്നിട്ട് ഭയങ്കരമായി റെഫർ ചെയ്തോ മാത്രം പഠിക്കും, ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് കളിക്കും. ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. അറ്റ് ദ സ്പോട്ടിൽ മാത്രമേ ആര് പ്രസന്റ് ചെയ്യണമെന്ന് പറയുള്ളൂ. ആൻഡ് ആർഗ്യുമെന്റ് ഷാൽ ബി ബേസ്ഡ് ഓൺ കോണ്ടന്റ്. അവിടെ പല ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, പല വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ കോണ്ടന്റ്. ആ ഒരു ടോപ്പിക്കുമായിട്ടാണ് അവിടെ, ടോപ്പിക്കിലേക്കാണ് ചർച്ച നടത്തേണ്ടത്, നോട്ട് ഓൺ ദ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയിലേക്ക് ചർച്ച നടത്തരുത്. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ എന്റെ പോയിന്റ് ശരിയില്ല അങ്ങനെ പറയരുത്. ഈ പോയിന്റ് ശരിയില്ല, ഈ പോയിന്റ് ഞാൻ ഒപ്പോസ് ചെയ്തു എന്നൊക്കെ പറയാം. ഇന്ന വ്യക്തിനെ ഞാൻ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഈവൻ ഇഫ് ദർ ഇസ് ഡിസ്അഗ്രിമെന്റ്. പരസ്പരം എഗ്രിമെന്റും ഡിസ്അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വയലേഷനോ അതല്ലെങ്കിൽ അവരെ ഹരാസിന്റെ രൂപത്തിലോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഡിസഗ്രിമെന്റ് ഉണ്ടാകും, അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഒരു പോസിറ്റീവ്. ഇനി ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽപ്ഫുൾ ആവുക, അതാണ് ഇതിൽ പറയണേ. സോ ഹെൽപ്സ് ഇംപ്രൂവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കാരണം ലാംഗ്വേജിന് കമ്മ്യൂണിക്കേഷൻ വേണം, സോ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്, ക്ലാരിഫൈങ് ദ തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻസ്. നമ്മളെ ഒരു തോട്ടും എക്സ്പ്രഷനും ഒക്കെ ക്ലാരിഫൈ ചെയ്യാനും അത് പ്രസന്റ് ചെയ്യാനും ആർഗ്യൂ ചെയ്യാനൊക്കെ പറ്റും. എൻകറേജസ് സ്പീക്കപ്പ്, എൻകറേജസ് ടു സ്പീക്കപ്പ്. തീരെ സംസാരിക്കാത്ത ആളുകൾ സംസാരിച്ച് തുടങ്ങും. ഓക്കെ, അതിനൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ ഹെൽപ്പ് ചെയ്യും. ദെൻ പിയർ ട്യൂട്ടറിംഗ് ആണ്. ഇത് നിങ്ങൾ ഫലപ്രദമായി ചെയ്യാറുണ്ടോ? സ്കൂളിൽ പോകാൻ ടീച്ചേഴ്സ് പറയൂ, പിയർ ട്യൂട്ടറിംഗ് നടത്താറുണ്ടോ? ഹോസ്റ്റലിന് എക്സാമിന് തൽക്കാസം ഇതുള്ളതുകൊണ്ട് മാത്രം പാസ്സാവില്ലേ? ഇതുള്ളവര് മാത്രം പാസ്സാവൂലേ? ഓക്കെ, അപ്പോ കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ 2 തരം ലേണിംഗ് ഉണ്ട്. അത് ഇതിൽ പഠിക്കാനില്ല. ഇവിടെ പിയർ ട്യൂട്ടറിംഗ് എന്നാണ് പറയുന്നത്. ഏകദേശം സെയിം ആണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. സോ നോൺ ആസ് പിയർ മെന്ററിംഗ്. ഓക്കെ, പിയർ ട്യൂട്ടറിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് നോൺ ആസ് പിയർ മെന്ററിംഗ്. ഇതൊരു ഓൾഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. സ്റ്റുഡന്റ് ടീച്ചേഴ്സ് ഹിസ് ക്ലാസ്മേറ്റ്. അല്ലെ, ഒരു കുട്ടി തന്റെ കൂടെയുള്ള കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പഠിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് പിയർ tutoring. A student help others to learn and grow. അല്ലെ, അവരുടെ ഒരു മോട്ടോ എന്ന് വെച്ചാല് ഗ്രോ ടുഗദർ, ലേൺ ടുഗദർ. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇവിടെ ഈ ട്യൂട്ടറിംഗ് പല ടൈപ്സ് ഉണ്ട്. അപ്പൊ ഇതില് ഒരു 5ഓളം ടൈപ്പുകൾ ഉണ്ട്. ഓക്കെ, ഒന്ന് ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ് എന്നുള്ളതാണ്. ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ്. ഓക്കെ, ദ ഹോൾ ക്ലാസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് ആൻഡ് ട്യൂട്ടേഴ്സ്. മൊത്തം ക്ലാസ്സിനെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ട്യൂട്ടേഴ്സിനെ നിയമിക്കാം. ഓൾ സ്റ്റുഡൻസ് ആർ ഗിവൺ ടാസ്ക് കാർഡ്സ്. ആ സമയത്ത് എല്ലാവർക്കും ടാസ്ക് കാർഡുകൾ ഉണ്ടാവും, പല ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ ടാസ്ക് ചെയ്യാനുള്ള കൃത്യമായ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് നോട്ട് സ്റ്റഡിങ് എ ന്യൂ മെറ്റീരിയൽ ഓർ എ കോൺസെപ്റ്റ് ബട്ട് ഓൾറെഡി ലേൺഡ് മെറ്റീരിയൽ ഷാൽ ബി റിവ്യൂഡ്. ഇവിടെ ഈ പിയർ ട്യൂട്ടറിംഗില് പുതിയ ടോപ്പിക് അവര് ഏറ്റെടുത്ത് പഠിക്കുക എന്നുള്ളതല്ല, ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും അവർക്ക് കൊടുത്തതുമായിട്ടുള്ള ടോപ്പിക്കിനെ അവർ റിവ്യൂ ചെയ്യാനാണ് ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു കോൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, എന്നിട്ട് പരസ്പര ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് അവർ അതിൽ റിവ്യൂ ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ടോപ്പിക് കഴിഞ്ഞു, ആ ഒരു പെയർ ആ ഗ്രൂപ്പ് പിരിച്ചുവിടാം, പിന്നെ അടുത്തൊരു ഗ്രൂപ്പ്, ഇങ്ങനെ വ്യത്യസ്തമായ ടോപ്പിക്കുകൾക്ക് വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ നമുക്ക് അസൈൻ ചെയ്യാം. സെക്കൻഡ് വൺ ഇൻഡയറക്ഷണൽ പിയർ ട്യൂട്ടറിംഗ് ആണ്. സോ ഇവിടെ ട്രെയിൻഡ് ട്യൂട്ടർ ടീച്ചേഴ്സ് ദ എൻറ്റയർ സെഷൻ. ഓക്കെ, സോറി, ഇൻഡയറക്ഷണൽ കേട്ടോ, യൂണി ഡയറക്ഷൻ എന്നാണ് കേട്ടോ, ഞാൻ വായിച്ചത് തെറ്റിയാണ്. യൂണി ഡയറക്ഷണൽ പിയർ ട്യൂട്ടറിംഗ് ആണ് ആക്ച്വലി. സോ ഇവിടെ എന്താ വെച്ചാല് എൻ്റെ ഒരു ക്ലാസ് അവിടെ ഉണ്ടാകും, പിന്നെ അവിടെ ഒരു ട്രെയിൻഡ് ട്യൂട്ടർ ഉണ്ടാവും. അഥവാ ഇതിനെ കുറച്ച് പിന്നെ എന്താ പറയാ
എക്സ്പീരിയൻസ് ഉള്ള കുറച്ചധികം നോളജ് ഉള്ള ഒരു കുട്ടി അവിടെ ഉണ്ടാവും. ആ കുട്ടിയാണ് എന്ത് ചെയ്യാം എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ എങ്ങനെയായിരുന്നു? ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗിൽ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചു, അതിൽ പരസ്പരം അവർ റിവ്യൂ നടത്തുകയാണ്. എന്നാൽ യൂണി ഡയറക്ഷനിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ എന്ത് ചെയ്യാണ്, എക്സ്പെർട്ട് ആണ്, അവൻ അവന്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. ഓക്കെ, പക്ഷെ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അവർക്ക് ട്യൂട്ടീസ്, അവർക്ക് അറിയാം അവരുടെ റോൾ എന്താണ്, അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ റോളൊക്കെ വേണമെങ്കിൽ അവർക്ക് അസൈൻ ചെയ്യുകയും ചെയ്യാം. തേർഡ് വൺ റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് ആണ്. RPT എന്നാണ് അതിന്റെ ഷോർട്ട് പറയുന്നത്. സോ ബോത്ത് ദ സ്റ്റുഡൻസ് ഇൻ പെയർ ആൾട്ടർനേറ്റ് ആക്ടിങ് ആസ് എ ട്യൂട്ടർ. ഒരു ഗ്രൂപ്പ് തന്നെ പരസ്പരം എല്ലാവരും ട്യൂട്ടർമാരായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, മിക്സ്ഡ് എബിലിറ്റി ഗ്രൂപ്പിംഗ് ആണ് അവിടെ ഉണ്ടാവുക. അതിൽ കുറച്ചൊക്കെ കഴിവുള്ള കുട്ടികളും കഴിവില്ലാത്തവരൊക്കെ ഉണ്ടാവും. പരസ്പരം ഓലൊക്കെ ഓരോരോ ടോപ്പിക്കുകൾ എടുത്തിട്ട് പരസ്പരം എന്ത് ചെയ്യും, അവര് പഠിപ്പിക്കും. ഫോർത്ത് ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് ആണ്. അഥവാ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഒരുമിച്ചിരിക്കുക. എന്നിട്ട് ഓൾഡർ സ്റ്റുഡൻസ് ഈസ് ദ ട്യൂട്ടർ. അതിൽ വയസ്സുള്ള ആളുകൾ, ദാറ്റ് മീൻസ് എൽഡർ ആയ ആളുകൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. യങ്ങറായ ആളുകൾ അത് കേൾക്കണം. അപ്പൊ നമുക്കിപ്പോ ഒരു LKG UKG ഒരുമിച്ചൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലാസ് തന്നെ ഡിഫറെന്റ് പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരോ അതല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതിൽ ഓൾഡായ ആളുകൾ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകൾ യങ് ആയ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ്. അപ്പൊ ഇതിൽ എല്ലാവരും ഒരേ ഏജ് ആണെന്നില്ല. ഒരു ക്ലാസ്സിലാവുമ്പോൾ ഇതൊക്കെ നടക്കാൻ സാധ്യതയല്ല. വേറെ എന്തെങ്കിലും നമ്മളിപ്പോ ടീച്ചേഴ്സ് കോൺഫറൻസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സീനിയർ ടീച്ചേഴ്സ് ജൂനിയർ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന പോലത്തിലൊക്കെ ആക്കാം. ദെൻ സെയിം ഏജ് പിയർ ട്യൂട്ടറിംഗ് ആണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. 5ാമത്തെ ടൈപ്പ് അതാണ്. സെയിം ഏജ് സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ആക്കുകയാണ്. മോർ അഡ്വാൻസ്ഡ് സ്റ്റുഡൻസ് ക്യാൻ ബി പെയ്ഡ് വിത്ത് ലെസ് അഡ്വാൻസ്ഡ് സ്റ്റുഡൻസ്. നന്നായി പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും ഒക്കെ ഗ്രൂപ്പ് ആയിരിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി മേ ബി ആൾട്ടർനേറ്റീവ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ട്യൂട്ടർ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിൽ സെയിം ഏജ് പിയർ ട്യൂട്ടറിംഗും അതുപോലെ തന്നെ റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗും ഒക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരിക. ഓക്കെ, 5 ട്യൂട്ടറിംഗ് മെത്തേഡ്സ് ആണ് ഉള്ളത്. ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ്, യൂണി ഡയറക്ഷണൽ പിയർ ട്യൂട്ടറിംഗ്, റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ്, ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ്, സെയിം ഏജ് പിയർ ട്യൂട്ടറിംഗ്. ഇങ്ങനെ 5 തരത്തിലുണ്ട് കേട്ടോ. ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. ഓക്കെ, ട്യൂട്ടി ആരാണോ ക്ലാസ് കേൾക്കുന്നത് അവര്. ദെൻ പിയർ ട്യൂട്ടറിംഗിന്റെ എസെൻഷ്യൽ കോമ്പണൻസ് ആണ്. ഒന്ന്, എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ട്രസ്റ്റ്. പരസ്പരം അവർക്ക് എന്ത് വേണം, ഒരു ട്രസ്റ്റ് നിർബന്ധമാണ്. ഇവന് കഴിയും അല്ലെങ്കിൽ ഇവൻ കേൾക്കും എന്നൊക്കെ ട്രസ്റ്റ് നിർബന്ധമാണ്. 2, ഡിസൈനിങ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഫഷൻ ഫോർ ഓൾ. ഡിസൈനിങ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഫഷണൽ. കാരണം ഓരോ പിന്നെ ടോപ്പിക്കിനും അല്ലെങ്കിൽ ഓരോന്നിനും അതിന്റെ എക്സ്പേർട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ അത് കൂടുതൽ പറയാൻ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ഓരോരോ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസിന് അതിന് വേണ്ടി നമുക്ക് ഡിസൈൻ ചെയ്യാം. 3, എസ്റ്റാബ്ലിഷിംഗ് കോച്ചിങ് കോൺഫിഗറേഷൻ ടു മാക്സിമൈസ് ലേണിംഗ്. അഥവാ പരമാവധി അവർക്കൊരു ലേണിംഗ് മാക്സിമം നടക്കണം. അതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷിംഗ് കോച്ചിങ് കോൺഫിഗറേഷൻ, അഥവാ എങ്ങനെ ഇത് കൃത്യമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ്, ഒരു കോച്ചിങ് അവർക്ക് കിട്ടുക. 4, കാലിബ്രേറ്റിംഗ് ഇൻഡിവിജ്വൽ സ്കിൽസ് ആൻഡ് നീഡ്സ്. അഥവാ ഈ കുട്ടികളുടെ കാലിബർ അനുസരിച്ചുള്ള ട്യൂട്ടേഴ്സിനെ നിയമിക്കുക. അതുപോലെ തന്നെ കാലിബർ ഉള്ള ട്യൂട്ടേഴ്സിനെ നിയമിക്കുക. അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ സ്കിൽസും നീഡൊക്കെ പിന്നെ മനസ്സിലാക്കി കാലിബ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഗ്രൂപ്പുകളൊക്കെ ആക്കുക. 5, യൂസിങ് റിഫ്ലക്ഷൻ ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് കോച്ചിങ്. ഈ പിയർ ട്യൂട്ടറിംഗിന് പ്രധാനപ്പെട്ട ഒന്നാണ് റിഫ്ലക്ഷൻ. നമ്മുടെ ക്ലാസിന്റെയും പ്രധാനപ്പെട്ട ഒന്നാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് കേട്ടാൽ, ക്ലാസ് എടുത്താൽ അതിനെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് എന്ത് പഠിച്ചു, എങ്ങനെ പഠിച്ചു, അത് ഹെൽപ്ഫുൾ ആയിരുന്നോ, അത് മനസ്സിലായോ ഇല്ലേ എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യണം, ഈ റിഫ്ലക്ഷൻ നിർബന്ധമായിട്ട് നടത്തണം. നമ്മളൊരു ഗ്രൂപ്പ് ആക്കി അല്ലെങ്കിൽ ഒരു പിയർ ട്യൂട്ടറിംഗ് കൊടുത്തു, ആ ക്ലാസ് അടിപൊളിയായിരുന്നോ, അത് ഇഫക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെയുള്ള റിഫ്ലക്ഷൻസ് നടത്തണം. ദെൻ 6, പ്രൊവൈഡിങ് ഡിസ്ക്രിപ്റ്റീവ് ഫീഡ്ബാക്ക്. ഒരാള് ട്യൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഒരു ട്യൂട്ടർ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. ഫീഡ്ബാക്ക് എപ്പോഴും നല്ലതാണ്, നമുക്കും ഫീഡ്ബാക്ക് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഫീഡ്ബാക്ക് എടുത്തു കൊടുക്കണം. നമ്മൾ പ്രൊഫഷണൽ എത്ര എക്സ്പേർട്ട് ആയാലും എത്ര നമ്മൾ അതിൽ കോൺഫിഡന്റ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് എടുത്തു കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പം പിന്നെ ഇതിൽ പറഞ്ഞെന്താണ്, എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് പിയർ ട്യൂട്ടറിംഗ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു അവസാന ഭാഗങ്ങളിലാണ് ഉള്ളത്.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ് എന്നുള്ളതാണ്. ഓൾറെഡി സിമ്പിൾ പോയിന്റുകളാണ്. എന്താണ് ഒരു ട്യൂട്ടറിംഗിൽ ഉണ്ടാവുക? സ്പെസിഫിക് റോൾ ടേക്കിംഗ് ആണ്. അഥവാ ട്യൂട്ടർ ആകുന്ന ഒരാള് കൃത്യമായി അവന്റെ റോള് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. രണ്ട്, ചിൽഡ്രൻ ആർ പെയർഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് കൺസിഡറേഷൻ. കുട്ടികളെ പെയറുകളാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടാവും. അതിന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവാം. മൂന്ന്, സ്പെസിഫിക് പ്രൊസീജിയർ ഫോർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. കൃത്യമായ ഒരു ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവും. ഒരാൾ പഠിപ്പിക്കാനും കുറച്ച് ആളുകൾ കേൾക്കാനുണ്ടാവുമല്ലോ, അത് കൃത്യമായ ഒരു സ്പെസിഫിക് പ്രൊസീജിയർ ഫോളോ ചെയ്യും. 4, ബോത്ത് സ്റ്റുഡൻസ് ഇൻ പെയർ എക്സ്പീരിയൻസ് കോഗ്നിറ്റീവ് ചലഞ്ച്. ട്യൂട്ടർക്കാണെങ്കിലും ട്യൂട്ടിക്കാണെങ്കിലും കോഗ്നിറ്റീവ് ചലഞ്ചസ്, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള അവർക്കുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ അവർക്കുള്ള ചലഞ്ചിങ് ടാസ്കുകൾ അവിടെ ഉണ്ടാവും. 5, യൂഷ്വലി ടൈം ലിമിറ്റഡ് ഇന്റർവെൻഷൻ. പലപ്പോഴും നമുക്ക് ഇതിനൊരു ലിമിറ്റഡ് ടൈം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്തുള്ളിൽ തന്നെ ചെയ്തു തീർക്കേണ്ടി വരാം. ദെൻ ട്രെയിനിങ് ഫോർ പെയർ ഇൻ ദിസ് ടെക്നിക്. കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം? ഈ പെയേഴ്സുള്ള ടെക്നിക് ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെ പെയർ ആവണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തുണ്ട് പിയർ ട്യൂട്ടറിംഗിൽ ശ്രദ്ധിക്കാനുണ്ട്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ് ആണ്. എന്താണ് പിയർ ട്യൂട്ടറിംഗ് കൊടുത്താൽ അല്ലെങ്കിൽ നടത്തിയാലുള്ള ഗുണം? ക്ലാസ്സിൽ ചെയ്യാറുണ്ടോ പിയർ ട്യൂട്ടറിംഗ് എന്നുള്ള സാധനം? ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോ അപ്ലൈ ചെയ്യാറുണ്ടോ? ഹലോ, നമ്മൾ ടീച്ചർ അല്ല, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ടീച്ചർ അല്ലാതെ ഉണ്ടാക്കാണ്. ടീച്ചർമാരെ പറയൂ, പിയർ ട്യൂട്ടറിംഗ് എന്നുള്ള സംഭവം കൊടുക്കാറുണ്ടോ എന്ന്. ടീച്ചർമാരൊക്കെ തോന്നുന്നത് ക്ലാസ്സിൽ ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ കുട്ടികൾ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടാവും. മക്കള് പഠിക്കുന്ന സമയമാണല്ലോ ഈ ഒരു സമയത്ത്, തോറാനുള്ള സാധ്യത ഉണ്ട്. സോ നമ്മള് ബെനിഫിറ്റ്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ്. ഓക്കെ, ഈ ഒരു കുറച്ച് ബെനിഫിറ്റും കൂടെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കും. ഇറ്റ് പ്രൊവൈഡ് സ്കിൽ പ്രാക്ടീസ്. കുട്ടികൾക്ക് ടീച്ചിങ്ങിലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് ദ ബെസ്റ്റ് വേ ഫോർ ലേണിംഗ് ഈസ് ടീച്ചിങ് എന്ന് പറയാറുണ്ട്. നന്നായിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പിക് പഠിക്കണമെങ്കിൽ അത് ടീച്ച് ചെയ്താൽ മതി എന്ന് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ പിയർ ട്യൂട്ടറിംഗ് കൊടുത്താൽ കുട്ടികൾ അതിൽ എക്സ്പേർട്ട് ആവും. ഓക്കെ, ദെൻ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അബൌട്ട് പെർഫോമൻസ്. കുട്ടികൾക്ക് അപ്പം തന്നെ അതിന്റെ ഫീഡ്ബാക്കുകൾ കിട്ടും. എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതോ നമ്മൾ പ്രസന്റ് ചെയ്യണതോ ആയിട്ടുള്ള ഇഫ് ദർ ഈസ് എനി എറർ, അത് ആ എറർ എന്ത് ചെയ്യാൻ പറ്റും? സ്പോട്ടിൽ തന്നെ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് കിട്ടും. കാരണം നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പേർട്ട് കൂടെ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇഫക്റ്റീവ് ലേണിംഗ് ബിഹേവിയർ ഈസ് മോഡൽഡ്. അവിടെ കൃത്യമായി ചിലപ്പോൾ നല്ല നല്ല പ്രസന്റേഷൻസ് ഉണ്ടാവും, ലേണിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടാവാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്വീകരിക്കാൻ പറ്റും, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് മോഡലിംഗിന് വിധേയമാക്കാൻ പറ്റും. ആൻഡ് പ്രൊവൈഡ് ഫോർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഓരോ കുട്ടിക്കും അറ്റൻഷൻ കിട്ടും. കാരണം ചിലപ്പോൾ പേരുകളാക്കി കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ പഠിക്കുകയായിരിക്കും. അപ്പൊ അവിടെ ഒരാൾ പഠിപ്പിക്കുന്നു, ഒരാൾ പഠിക്കുന്നു, ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ കിട്ടും. ദെൻ ഡെവലപ്പ് ഇൻസൈറ്റ് ഇൻ ടു ലേണിംഗ്. പഠനത്തില് കുട്ടികൾക്ക് കുറെ ഉൾവിളികൾ കിട്ടും, കുറെ തിരിച്ചറിവുകൾ കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ സോഷ്യലി ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ആക്ട് ആണ്. കുട്ടികൾക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വ്യത്യസ്ത തരം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഒരാളെന്നെ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ട്യൂഷൻ വെക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പൈസക്കൊക്കെ ചിലവുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ഒരേ സമയത്ത് തന്നെ കുറെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. സോ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, ടൈം സേവിങ് ആണെന്നൊക്കെ പറയാം. ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കുട്ടികൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കാനുള്ള ഒരു വലിയ കാരണമായിട്ട് പിയർ ട്യൂട്ടറിങ് വളരും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. പിന്നെ അപ്പൊ ഇന്ന് എന്തൊക്കെ കണ്ടു എന്നുള്ള ജസ്റ്റ് ഒരു ഹാവ് എ ലുക്ക്. നമ്മൾ ഇന്ന് പോയത് ഇവിടെ മുതലാണ് സ്റ്റാർട്ടിങ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്നുള്ള ടോപ്പിക്കാണ്. ഡ്രാമറ്റൈസേഷൻ, എസ്സേ റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പിയർ ട്യൂട്ടറിംഗ്. അതിൽ ഓരോന്നിന്റെയും എന്താണ് ഡ്രാമറ്റൈസേഷൻ, അതിന്റെ റോൾ എന്താണ്, ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ എന്താണ് റോള്, പിന്നെ എസ്സേ റൈറ്റിംഗ് എന്താണ് എസ്സേ റൈറ്റിംഗ്, അതുപോലെ തന്നെ അതിന്റെ ലാംഗ്വേജ് പ്രൊഫഷൻസിയിലുള്ള റോൾ എന്താണ്, സ്റ്റോറി ടെല്ലിംഗ് അതിൽ ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ എന്താണ് റോള്, ഗ്രൂപ്പ് ഡിസ്കഷൻ അതിൽ ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ എന്താണ് റോള്, പിയർ ട്യൂട്ടറിംഗ് അതിന് ചില ടൈപ്സ്, അതുപോലെ തന്നെ പിന്നെ എസെൻഷ്യൽ കോമ്പണൻസ്, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ബെനിഫിറ്റുകൾ. ഇങ്ങനെ 5 പിന്നെ എന്താ പഠിച്ചേ? 5 എന്താ? സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫഷൻസി.
ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. സോ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കുറെ റെസ്പോൺസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നതാണ്. സോ മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ ലൈവായി തന്നെ ഇരിക്കാനും അതേപോലെ തന്നെ ലൈവായി തന്നെ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിനെ കൂടുതൽ ലൈവാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ക്ലാസ് വളരെ ക്ഷമാപൂർവ്വം കേട്ടുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.